ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ യൂസ് കോൾ ബാക്ക് ഹുക്ക് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ചാപ്റ്റർ 12 ആണ്, റിയാക്ടിന്റെ കണ്ടിന്യൂസ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്ത് എന്താണ് ഫുൾ കോഴ്സ് ട്യൂട്ടോറിയലിന്റെ ആ ഒരു സെക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് 12th ചാപ്റ്റർ ആണ്. സോ നമ്മൾ ഹുക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ 5 ഹുക്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ യൂസ് കോൾ ബാക്ക് ഹുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഹുക്സ് ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്റെ പേജിൽ നോക്കുക. ഹുക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ റിയാക്ടിന്റെ ഫുൾ കോഴ്സ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ അത് വാച്ച് ചെയ്യാം കേട്ടോ. ആൻഡ് ഇറ്റ്സ് വർത്തി കണ്ടന്റ് ഫോർ യു. ഓക്കെ, സോ നമുക്കിപ്പോ തുടങ്ങിയാലോ. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? യൂസ് കോൾ ബാക്ക് ഹുക്ക്. അപ്പോ തുടങ്ങാം. Hey my dear pretty souls, it's me Shefna Sharif and you're watching my channel JSTC. So no more delay, let's start. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അത് എന്താണ് എന്ന് അറിയണം അല്ലേ. അപ്പൊ എന്താണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് എന്ന് പറയുവാണെങ്കിൽ എന്ത് പറയും? യൂസ് കോൾ ബാക്ക് ഹുക്കിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ദി യൂസ് കോൾ ബാക്ക് ഹുക്ക് ദാറ്റ് റിട്ടേൺസ് എ മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷൻ. ഒരു മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നതാണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷൻ? സോ അതൊരു മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ നമുക്ക് എന്താണ് മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് അറിയത്തില്ല. സോ മെമ്മോയിസിങ് എ ഫംഗ്ഷൻ ദാറ്റ് മീൻസ് ഒരു ഫംഗ്ഷനെ മെമ്മോയിസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്മളുടെ കമ്പ്യൂട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മെമ്മോയിസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളുടെ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഒപ്റ്റിമൈസേഷന് അതൊരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാന്ന് പറയാം. അതിന്റെ എന്തെങ്കിലും പെർഫോമൻസോ കാര്യങ്ങളോ ഒപ്റ്റിമൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു മെമ്മോയിസേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെമ്മോയിസ്ഡ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൈമർലി ടു സ്പീഡ് അപ്പ് ദ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ആ ഒരു ഒപ്റ്റിമൈസേഷൻ നോക്കി നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്മോയിസേഷൻ ഫംഗ്ഷനെ മെമ്മോയിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? യൂസ് കോൾ ബാക്ക് ഹുക്ക് നമുക്കൊരു മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുവാണെങ്കിൽ ഓൾസോ ഈ ഒരു യൂസ് കോൾ ബാക്ക് ഹുക്കും എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണെങ്കിൽ ആൻഡ് എന്താണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് എന്ന് വേണ്ടിയിട്ട് നമുക്ക് ഇത് പറയാം. സോ എന്തിനാണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ നമ്മൾ അൺനെസസറി റെൻഡറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്ററിലായിട്ട് നമ്മൾ യൂസ് മെമ്മോ ഹുക്ക് പഠിക്കും. സോ നിങ്ങൾക്ക് അതും കൂടെ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ആൻഡ് ഇതെന്ന് പറയുന്നത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഹുക്സ് ആണ്. രണ്ട് ഹുക്സും യൂസ് ചെയ്യുന്നത് അൺനെസസറി റീറെൻഡറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് തമ്മിലൊരു സ്ലൈറ്റ്ലി ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് യൂസ് മെമ്മോയും കൂടെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ. സോ നമ്മളുടെ അപ്പം എന്താണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് ആൻഡ് എന്തിനു വേണ്ടിയിട്ട് യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെറിയൊരു കോഡിങ് കണ്ടതിന് ശേഷം വരാം. അപ്പൊ അവിടെ ആ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ആൻഡ് ആ ഒരു സംഭവത്തിനെയൊക്കെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂസ് കോൾ ബാക്ക് ഹുക്ക് വെച്ചിട്ട് എങ്ങനെ ആ ഒരു സ്റ്റേജിന് തരണം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ തുടങ്ങാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പേരന്റ് കമ്പോണന്റ്, ദെൻ ഒരു കൗണ്ട് കമ്പോണന്റ്, ടൈറ്റിൽ കമ്പോണന്റ്, ബട്ടൺ കമ്പോണന്റ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. ഒരു ടൈറ്റിൽ ഉണ്ട് ആൻഡ് അതേപോലെ ഇവിടെ ഒരു കൗണ്ടർ 1 ഉണ്ട്. കൗണ്ടർ 1ന്റെ ഇനിഷ്യൽ വാല്യൂ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. കൗണ്ടർ 1ന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ആ ഒരു കൗണ്ടർ 1 ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ദെൻ കൗണ്ടർ 2ന്റെ ഇനിഷ്യൽ വാല്യൂ 5 ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ആ ഒരു കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻക്രിമെന്റിന്റെ ബട്ടണും ഉണ്ട്. ഓക്കെ,
നമ്മൾ കോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ 5 കമ്പോണൻസിനെയാണ് കൗണ്ട് ബട്ടൺ ഓക്കെ 3 ഡിഫറെന്റ് കമ്പോണൻസിനാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ 3 ഡിഫറെന്റ് കമ്പോണൻസിനെ എന്തിനാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ ഈ കമ്പോണൻസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ കോഡ്സ് ഇതിനകത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ കമ്പോണന്റുകളായിട്ട് കാണിച്ചിരിക്കുന്നത് ആ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ കമ്പോണൻസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് ഒരു ടൈറ്റിൽ കമ്പോണന്റ് ആണ്. നമ്മൾ ഈ ഒരു കോഡിനകത്തോട്ടൊക്കെ വരാം. സോ അതിന് മുന്നേ നമുക്ക് ഇത് ഓരോന്ന് നോക്കാം. നമ്മൾ പേരന്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റിൽ റിട്ടേണിനകത്ത് ഡിവിന്റെ അണ്ടറിൽ നമ്മൾ 3 കമ്പോണൻസ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിൽ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. സോ ടൈറ്റിൽ കമ്പോണന്റിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഡിവ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. യൂസ് കോൾ ബാക്ക് ഹുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു യൂസ് കോൾ ബാക്ക് ഹുക്കിന് ഈ ഒരു ഡിവ് എന്ന് പറയുന്ന ഒരു H2 മാറ്റി കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇതും ഓക്കെ, എന്നിട്ട് ഒരു കൺസോൾ ടാഗ് കൊടുത്തിട്ടുണ്ട്. കൺസോൾ വിൻഡോ അറിയാലോ, നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസോൾ വിൻഡോ ആണ്. സോ അത് നമ്മൾ റെൻഡറിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഞാൻ റെൻഡറിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സ്പെരിയൻസ് കമ്പോണന്റിൽ പോയി കഴിഞ്ഞാൽ അടുത്ത വരുന്ന നമ്മളുടെ കമ്പോണന്റ് ആണ് കൗണ്ട് എന്ന് പറയുന്ന കമ്പോണന്റ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൗണ്ട് എന്ന് പറയുന്ന കമ്പോണന്റിനെ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ അതിന് 2 പ്രോപ്സിനെ കൂടി ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പ്രോപ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. സോ പ്രോപ്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റും കൗണ്ടും എന്ന് പറയുന്ന പ്രോപ്സ് ആണ്. സോ ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ പ്രോപ്സിന്റെ വാല്യൂ ആയിട്ട് കൗണ്ടർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കൗണ്ട് എന്ന് പറയുന്ന പ്രോപ്സിന്റെ വാല്യൂ ആയിട്ട് നമ്മളുടെ ഇറ്റ്സെൽഫ് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾ കൗണ്ട് 1 എന്ന് പറയുന്ന വേരിയബിളും പാസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കൗണ്ട് 1 എന്ന് പറയുന്ന വേരിയബിൾ എവിടെ നിന്നാണ് വന്നത്? ഇത് നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിൾ ആണ് ഇവിടെ ഈ കൗണ്ട് എന്ന് പറയുന്ന പ്രോപ്പിന്റെ വാല്യൂ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേരന്റ് കമ്പൗണ്ടിൽ 2 സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ട് 1ന് വേണ്ടിയിട്ടും യൂസ് സ്റ്റേറ്റിന് കൗണ്ട് 2ന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ അറിയാം 0. കൗണ്ട് 1ന്റെ ഇനിഷ്യൽ വാല്യൂ 0ഉം കൗണ്ട് 2ന്റെ ഇനിഷ്യൽ വാല്യൂ 5 ആണ്. സോ ഈ ഒരു കൗണ്ട് 1 വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കമ്പോണന്റ് കൗണ്ട് എന്ന് പറയുന്ന കമ്പോണന്റ്. ദെൻ ആ കമ്പോണന്റിൽ നമ്മൾ 2 പ്രോപ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോപ്സിന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് കൗണ്ടർ 1 എന്നും കൊടുത്തു. അതായത് ഈ ഒരു കൗണ്ടർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്സിന് വാല്യൂ ആയിട്ട് പാസ് ചെയ്തത്. ആൻഡ് കൗണ്ട് എന്ന് പറയുന്നതിനകത്തോട്ട് കൗണ്ട് 1ഉം പാസ് ചെയ്തിട്ടുണ്ട്. സോ കൗണ്ട് 1 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വേരിയബിൾ ആണ്, അതുകൊണ്ടാണ് അതിനെ കർലി ബ്രേസസിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൗണ്ട് കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൗണ്ട് വിളിച്ചു. ദെൻ ആ ഒരു പ്രോപ്സിന് 2നെയും വിളിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്സിനെ വിളിച്ചിട്ടുണ്ട്. ആൻഡ് ഡിവിനകത്ത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പ്രോപ്സിനെ ഇവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് കൗണ്ട്. സോ അതുകൊണ്ടാണ് ദാണ്ട് ഈ ഒരു ഇത് വന്നത്. മനസ്സിലായോ? കൗണ്ടർ 1 എന്ന് പറയുന്നത് ടെക്സ്റ്റ്, അല്ലെങ്കിൽ കൗണ്ടർ 2 എന്ന് പറയുന്നത് ടെക്സ്റ്റ്. ദെൻ ഈ ഒരു കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് ഈ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു. ദെൻ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ജസ്റ്റ് റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടെക്സ്റ്റിനെ കൂടെ റീഡ് ചെയ്തിരിക്കുകയാണ്. റെൻഡറിങ് ടെക്സ്റ്റ് നമ്മളുടെ കൺസോൾ ടാബ് പോകുമ്പോഴത്തേക്ക് ഞാനത് ഓരോന്നും കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് പേരന്റ് കമ്പോണന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബട്ടൺ ഉണ്ട്. ഈ 2 ബട്ടൺസിന് വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ബട്ടണിന് ഒരു പ്രോപ്സ് ഇവിടെ ഓൾസോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറയുന്ന പ്രോപ്പാണ്. ആ ഒരു പ്രോപ്സിനകത്തോട്ട് വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ പാസ് ചെയ്തിരിക്കുന്നുണ്ട് ഇൻക്രിമെന്റ് കൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഇൻക്രിമെന്റ് കൗണ്ട് 1 ഇൻക്രിമെന്റ് കൗണ്ട് 2 2 ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് കൗണ്ട് വിളിച്ചിട്ട് ഇതിന് 2നെയും ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫംഗ്ഷൻസും ഉണ്ട്. സോ ഇവിടെ ബട്ടണിൽ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്സ് പാസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോപ്സിനകത്ത് എന്ത് കൊടുത്തിരിക്കുകയാണ്, നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻസിനെ പാസ് ചെയ്തിരിക്കുകയാണ്. അതാണ് കർലി ബ്രേസസിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദെൻ ഇൻക്രിമെന്റ് അതിന്റെ ആ ഒരു ബട്ടന്റെ ഉള്ളിൽ വരാനുള്ള വാല്യൂവും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ.
ഇനി നമുക്ക് നമ്മളുടെ ബട്ടൺ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ആ ഒരു എന്താണ് നമ്മളുടെ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ആയിട്ട് നമ്മൾ പ്രോപ്സിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഓൾസോ ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്സിനെ കൂടെ എടുത്തിട്ടുണ്ട്. ഈ ചിൽഡ്രൻ പ്രോപ്സ് എന്തിനാ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്ന നമ്മളുടെ കമ്പോണന്റിന്റെ ചൈൽഡ് ആയിട്ടാണ് ഈ രണ്ട് ടെക്സ്റ്റുകളും വരുന്നത്. സോ ആ ടെക്സ്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് വിളിച്ചു. ദെൻ കൺസോൾ ഡോട്ട് ലോഗില് റെൻഡറിങ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് അതേപോലെ നമുക്ക് എന്ത് വരും, കൺസോൾ ഡോട്ട് ലോഗിൽ കാണിക്കും. ദെൻ ചിൽഡ്രൻ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക, ഈ ചിൽഡ്രൻസിനായിരിക്കും അവിടെ കിട്ടുന്നത്. ആൻഡ് ദെൻ ബട്ടൺ വെച്ചു. ഓൺ ക്ലിക്കിൽ നമ്മളുടെ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഇവിടെ പാസ് ചെയ്ത പ്രോപ്സിനെ കൂടി വെച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക. സിമ്പിൾ ആണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിക്കുന്നെങ്കിലും ഇത് വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ കോഡിൽ എഴുതാം. പക്ഷെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കമ്പോണൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ എന്താ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്, നമ്മൾ കോൾ ബാക്കിന്റെ ഡെഫിനേഷൻ പഠിച്ചായിരുന്നു. അൺനെസസറി ആയിട്ടുള്ള കമ്പോണൻസിന്റെ റെൻഡറിങ്ങിന് തടയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നമുക്കപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കമ്പോണൻസിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് കമ്പോണൻസിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ പേരന്റ് കമ്പോണന്റ് ആണ്. അത് നമ്മളുടെ ആപ്പ് ഡോട്ട് JS നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ പേരന്റ് കമ്പോണന്റിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, 2 സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ സ്റ്റേറ്റ് കൗണ്ടറിന് വേണ്ടിയിട്ടാണ്. ദെൻ കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ടൈറ്റിലൊക്കെ ഇവിടെ കൊടുക്കുന്നതിന് പകരം ഡിഫറെന്റ് കമ്പോണന്റ് ആയിട്ട് കൊടുത്തു. ഫസ്റ്റ് വൺ ടൈറ്റിലാണ്. ടൈറ്റിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു കൗണ്ട് കമ്പോണന്റ് ആണ്. കൗണ്ട് കമ്പോണന്റിനും ബട്ടൺ കമ്പോണന്റിനും പ്രോപ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഒരു എന്തെങ്കിലും സംഭവം കൊടുക്കുന്നു. ദെൻ കൗണ്ടിനകത്ത് നമ്മൾ എന്താണ് നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിളിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കൗണ്ടിന്റെ വാല്യൂ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നും കൊടുത്ത് കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ നിങ്ങൾ ഓരോ കമ്പോണന്റിലും ഞാനിവിടെ കൺസോൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്തിനാണ് കൺസോൾ കൊടുത്തതെന്ന് ഞാൻ കാണിച്ചത്. സോ ഇതൊന്ന് സൂം ചെയ്യാം. ദെൻ നമ്മൾ റൈറ്റ് ക്ലിക്കിൽ പോയിട്ട് ഇൻസ്പെക്ട് എടുത്ത് നമ്മൾ കൺസോൾ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ റിഫ്രഷ് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ നമ്മളുടെ ഹുക്സിന്റെ എല്ലാത്തിന്റെയും ഒരു ഇതെന്താണ്, ഇനിഷ്യൽ ലോഡിങ്ങിൽ ഓരോ കമ്പോണൻസും റെൻഡർ ആകും. നമ്മൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മളുടെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും കമ്പോണൻസ് ഇനിഷ്യൽ ലോഡിങ്ങിൽ റിയാക്ട് JSൽ എന്താവും, റെൻഡർ ആവും. സോ ഇനിഷ്യൽ ലോഡിങ്ങിൽ ഇത് റെൻഡർ ആയിട്ടുണ്ട്. സോ ഇത് എല്ലാം 2 ടൈംസ് 2 പ്രാവശ്യം വന്നേക്കുന്നത് കൊണ്ട് കാര്യമാക്കണം. നമ്മൾ സ്ട്രിക്ട് മോഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് 2 വട്ടം റെൻഡർ ആയിട്ട് കാണിക്കുന്നത്. സോ ഇനിഷ്യലി അത് ഒന്ന് റെൻഡർ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലിയർ ചെയ്യാം. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബട്ടൺ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കൗണ്ടർ 1ന് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി. സോ ഇൻക്രിമെന്റ് കൗണ്ട് 1ൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇൻക്രിമെന്റ് ആയി. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പേജ് ഡോക്യുമെന്റിൽ എത്ര കമ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ടൈറ്റിൽ കമ്പോണന്റ്, ദെൻ നമ്മളുടെ എന്താണ് കൗണ്ട് കമ്പോണന്റും അതേപോലെ നമ്മളുടെ ബട്ടൺ കമ്പോണന്റും ആണ് ഇത്രയുള്ളത്. സോ നമ്മളുടെ പേജിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് ഇവിടെ നമുക്ക് എന്തായിട്ടുണ്ട്, റെൻഡർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൺസോളിൽ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് റെൻഡർ ആയി. അപ്പൊ ഞാനിതൊന്നും കൂടെ ക്ലിയർ ചെയ്യാൻ നമ്മളുടെ കൗണ്ടർ 2ന് ഇൻക്രിമെന്റ് ചെയ്യാനുള്ളത് ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വട്ടം ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴും നമ്മളുടെ ഡോക്യുമെന്റിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് എന്തായിക്കൊണ്ടിരിക്കും, റെൻഡർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളുടെ പേജിനകത്ത് ജസ്റ്റ് ഒരു 1-2 കമ്പോണൻസേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെന്റില് ഒന്നല്ല 20 അല്ല 10-50 കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയാമുള്ള വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വലിയ പ്രോജക്ട്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് കമ്പോണൻസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും നമ്മളുടെ ഒരു പേജിനകത്ത്. സോ അപ്പൊ അത്രയും കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ അത്രയും കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇനിഷ്യലി അതൊന്ന് ലോഡ് ആവും. പിന്നെ ഓരോ കമ്പോണൻസിന്റെ അകത്തും വേറെയും നെസ്റ്റഡ് കമ്പോണൻസ് കാണും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കമ്പോണൻസ് എല്ലാത്തിലും കാണും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ്
വരുത്തുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ഡോക്യുമെന്റ് ഫുള്ളും എന്താവുകയാണ് ചെയ്യുന്നത്, അവിടെ റെൻഡർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റെൻഡർ ആവുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഇത്രയും കമ്പോണൻസ് ഒരുമിച്ച് റെൻഡർ ആവുമ്പോഴത്തേക്ക് അത് കുറച്ച് നമ്മളുടെ ആ ഒരു പെർഫോമൻസിനെ അത് ബാധിക്കും. നമുക്ക് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പെർഫോമൻസിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് വേണം, ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ്, അതായത് നമ്മൾ കൗണ്ട് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് മാത്രം റെൻഡർ ആയാൽ മതി, ആ ഒരു കൗണ്ട് 1 ബട്ടണും അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി സ്റ്റേറ്റ്സും കാര്യങ്ങളും മാത്രം റെൻഡർ ആയാൽ മതി. പക്ഷെ ആ ഒരു ഗതിയിൽ ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് റെൻഡർ ആവുമ്പോൾ അത് നമ്മളുടെ പെർഫോമൻസിന് ബാധിക്കും. സോ അത് നമുക്ക് പറ്റത്തില്ല. സോ അതിനെ നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന്റെ ഭാഗമായിട്ട് ഒരു കോൺസെപ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്, റിയാക്ട് ഡോട്ട് മെമോ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ റിയാക്ടിന്റെ ഒരു ഫീച്ചർ ആണ്, പ്രത്യേകിച്ച് ഹുക്കോ കാര്യങ്ങളോ ഒന്നും അല്ല. യൂസ് മെമോ ഹുക്കൊന്നും അല്ല. യൂസ് മെമോ എന്ന് പറയുന്നത് വേറൊരു ഹുക്കാണ്. ഇതിപ്പോ നമ്മൾ നോക്കുന്നത് റിയാക്ട് ഡോട്ട് മെമോ. സോ ഇതെന്ന് പറയുന്നതും ഒരു ഫീച്ചർ ആണ് റിയാക്റ്റിൽ അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ്ങിന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചർ ആണ്. സോ ഇത് നമ്മളെ കോഡിങ്ങിന് എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അതെങ്ങനെയാണ് റിയാക്ട് ഡോട്ട് മെമോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കമ്പോണൻസ് ഉണ്ട്, ആ ഓരോ കമ്പോണൻസിനെയും നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ്പോർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു കമ്പോണന്റ് നെയിം ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, റിയാക്ട് ഡോട്ട് മെമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ കമ്പോണന്റിനെ പാസ് ചെയ്യാം. സോ ഇത്ര മാത്രം ചെയ്താൽ മതി, അങ്ങനെ നമുക്ക് ചെയ്യാം. സോ ഇതേപോലെ എല്ലാ കമ്പോണൻസിലും നമുക്കൊന്ന് കൊടുക്കാം. അതിന് എക്സ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, റിയാക്ട് ഡോട്ട് മെമോ കൊടുത്തതിന് ശേഷം അതിന്റെ ബ്രാക്കറ്റ്സിനകത്ത് ആ ഒരു കമ്പോണന്റ് നെയിം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അൺനെസസറി റെൻഡറിങ്ങിന് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഓരോ കമ്പോണൻസിലും അത് കൊടുക്കുക. ഓക്കെ, ഓരോ കമ്പോണൻസിലും കൊടുക്കും. അപ്പൊ നമ്മൾ കൗണ്ടിൽ കൊടുത്തു, ടൈറ്റിലിൽ കൊടുത്തു, ബട്ടണിൽ കൊടുത്തു, അതേപോലെ നമ്മൾ പേരന്റ് കമ്പോണന്റിൽ നമുക്ക് കൊടുത്തിരിക്കും റിയാക്ട് ഡോട്ട് മെമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റ്സിനകത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വെബ് പാക്ക് കമ്പൈൽഡ് സക്സസ്ഫുള്ളി, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണുന്നില്ല, അതേപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സൂം ചെയ്തിട്ട് നമ്മളുടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്പെക്ട് എടുക്കാം. ദെൻ നമ്മളുടെ കൺസോൾ വിൻഡോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നും കൂടെ ഞാനിതൊന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിഷ്യലി ഇത് റീഫ്രഷ് ആയിട്ടുണ്ട്. സോ എല്ലാ കമ്പോണൻസും ഇനിഷ്യലി ഒരു തവണ റീഫ്രഷ് ആകും. ഇനി നമുക്ക് ഇതിലെ കൗണ്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് ഇൻക്രിമെന്റ് കൗണ്ട് ഇതൊന്ന് മാറ്റുകയാണ്. ദെൻ ഇൻക്രിമെന്റ് കൗണ്ട് 1 ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത്രയും കാര്യങ്ങളിൽ ഇവിടെ ഒരു കുറവുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ റെൻഡർ ആയിരിക്കുന്നത്, റെൻഡറിങ് കൗണ്ടർ 1 റെൻഡർ ആയിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഇൻക്രിമെന്റ് കൗണ്ട് 1 എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ റെൻഡർ ആയിട്ടുണ്ട്. അതേപോലെ റെൻഡറിങ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻക്രിമെന്റ് കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണും റെൻഡർ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു കൗണ്ടർ റെൻഡർ ആയിട്ടില്ല അല്ലേ. നമുക്കപ്പോൾ അങ്ങനെ മെമോ യൂസ് ചെയ്തപ്പോൾ ഈ ഒരു കൗണ്ടർ റെൻഡർ ആയില്ല, നമ്മളുടെ ഈ ഒരു കൗണ്ടർ 2 അവിടെ റെൻഡർ ആയില്ല. പക്ഷെ എന്നാലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇൻക്രിമെന്റ് കൗണ്ട് 2 എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ ഇൻക്രിമെന്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബട്ടന്റെ കാര്യം നമുക്ക് ഇവിടെ ഉണ്ടോ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലും ഇല്ല അല്ലേ. ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ കൗണ്ട് 1 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൗണ്ടർ 1 ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടൺ മാത്രം റെൻഡർ ആയാൽ മതി. പക്ഷെ ഈ ഒരു ഇത് രണ്ടും റെൻഡർ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ഡോട്ട് മെമോ യൂസ് ചെയ്തതിന് ശേഷവും നമുക്ക് എന്ത് സംഭവിച്ചു, ഇതേപോലെ വീണ്ടും അടുത്ത ഒരു ബട്ടൺ റെൻഡർ ആയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂസ് മെമോ റിയാക്ട് ഡോട്ട് മെമോ ഒന്ന് യൂസ് ചെയ്തിട്ടും അൺനെസസറി ആയിട്ടുള്ള കമ്പോണൻസ് റെൻഡർ ആവുന്നു, നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കുമ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളുടെ യൂസ് കോൾ ബാക്ക് ഹുക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ യൂസ് കോൾ ബാക്ക് ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കാണ്, റിയാക്റ്റിലെ ഒരു ഹുക്കാണ് യൂസ് കോൾ ബാക്ക്. ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ മെമോയിസ്ഡ് ഫംഗ്ഷൻ. മെമോയിസ്ഡ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. സോ മെമോസേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ ആ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെമോയിസേഷൻ യൂസ് ചെയ്യുന്നത്.
സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സംഭവങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മളുടെ യൂസ് കോൾ ബാക്ക് ഹുക്ക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് രണ്ടും വന്നത് എന്ന് നമുക്കറിയണ്ടേ. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് മെമ്മോ യൂസ് ചെയ്യുമ്പോഴും ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രൗസർ നോക്കുമ്പം ഇത് രണ്ടും ഏകദേശം ഒരേ ഒരു ബിഹേവിയർ ആണ് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. ഇൻക്രിമെന്റ് ചെയ്യുന്നത് രണ്ടും ഒരേ ബിഹേവിയർ ആണ് ഈ രണ്ട് ഫംഗ്ഷനും ഉള്ളത്. അപ്പോ നമുക്കറിയാം കണക്റ്റഡ് ആയിട്ടുള്ളതാണ് റെൻഡർ ആവുന്നതെന്ന് അല്ലെ. നമ്മൾ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും ഒന്നും കൂടെ റെൻഡർ ആകും. അപ്പൊ നമ്മൾ ഈ ഒരു ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പം ഇത് റെൻഡർ ആകുമ്പോഴത്തേക്ക് അത് നമ്മളെ ബ്രൗസർ കരുതും ഇത് രണ്ടും ഒരേപോലത്തെ ഫംഗ്ഷൻ ആണ്, ഇത് രണ്ടിനും ഒരേ ബിഹേവിയർ ആയതുകൊണ്ട് ഇത് സെയിം ഫംഗ്ഷൻ ആണ് എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ബട്ടൺ കൂടി റെൻഡർ ആവുന്നത്, നമ്മളുടെ ഈ ഒരു കമ്പോണന്റ് കൂടി റെൻഡർ ആവുന്നത്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്താ റെഫറൻസ് ഇക്വാലിറ്റി എന്ന് പറയും. അതിന്റെ ആ ഒരു റെഫറൻസ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു റിയാക്ട് മെമ്മോ യൂസ് ചെയ്തിട്ടും അൺനെസസറി ആയിട്ട് കമ്പോണൻസിന് എന്തായത് അവിടെ റെൻഡർ ആയത്. സോ ഇതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നത്. സോ നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ പേരന്റ് കമ്പോണന്റിൽ വന്നതിന് ശേഷം നമ്മളുടെ യൂസ് കോൾ ബാക്ക് ഹുക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ ഇമ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു യൂസ് കോൾ ബാക്ക് ഹുക്കിനെ യൂസ് ചെയ്യണം. സോ ഇപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷനുമായിട്ട് വന്ന ഒരു കേസിലാണ് നമുക്ക് ഈ ഒരു യൂസ് കോൾ ബാക്കിന് ആവശ്യം. സോ നമ്മളുടെ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ യൂസ് കോൾ ബാക്ക് ഹുക്കിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് വിളിക്കാം യൂസ് കോൾ ബാക്ക് ഹുക്കിനെ വിളിച്ചു, ദെൻ അതിന്റെ ബ്രാക്കറ്റ്സ് കൊടുത്തു. ഇനി നമുക്ക് ഈ യൂസ് കോൾ ബാക്ക് ഹുക്കിന്റെ ബ്രാക്കറ്റ്സിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് വണ് ഒരു ആരോ ഫംഗ്ഷനും ആൻഡ് സെക്കൻഡ് വണ് ഒരു ഡിപ്പെൻഡൻസി ലിസ്റ്റും ആയിരിക്കും. സോ യൂസ് കോൾ ബാക്ക് ഹുക്കിന്റെ ബ്രാക്കറ്റ്സിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻ ആരോ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ഡിപ്പെൻഡൻസി ലിസ്റ്റ്. സോ ആദ്യത്തെ ഒരു ആരോ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ആരോ ഫംഗ്ഷനെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ യൂസ് കോൾ ബാക്കിനകത്ത് ഫസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആരോ ഫംഗ്ഷൻ ആണ്. നമ്മൾ ആരോ ഫംഗ്ഷൻ കൊടുത്തു ആൻഡ് അതിനുശേഷം രണ്ടാമത്തത് ഒരു ഡിപ്പെൻഡൻസി ലിസ്റ്റ് ആണ്. ഈ ഒരു ഡിപ്പെൻഡൻസി ലിസ്റ്റ് കൊടുത്തു. ഇനി ആ ഒരു ഡിപ്പെൻഡൻസി ലിസ്റ്റ് എന്തിനാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വാല്യൂവിന് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവത്തിന് ഇതിനകത്ത് കൊടുക്കാം. ഈ ഒരു യൂസ് കോൾ ബാക്ക് എന്തിനാണ് അഫക്ട് ചെയ്യേണ്ടുള്ളത് എന്ന് കാണിക്കുകയാണ്. സോ ആ ഒരു ഡിപ്പെൻഡൻസി ലിസ്റ്റിൽ നമുക്ക് എന്താണ് ഇപ്പൊ കൗണ്ട് 1 എന്ന് കൊടുക്കാം. സോ കൗണ്ട് 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഇതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മളുടെ ഈ ഒരു കൗണ്ട് 1 എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് പാസ് ചെയ്യാം, കൗണ്ട് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇനി രണ്ടാമത് നമുക്ക് ഈ ഒരു ഫംഗ്ഷനകത്തും യൂസ് കോൾ ബാക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ യൂസ് കോൾ ബാക്കിനെ വിളിച്ചു ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആരോ ഫംഗ്ഷൻ ആണ്. സോ ഈ ഒരു ആരോ ഫംഗ്ഷന് ഇത് വിളിക്കുന്നു ആൻഡ് അതിനുശേഷം നമ്മൾ അത് അതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ഡിപ്പെൻഡൻസി ലിസ്റ്റ്. ആ ഡിപ്പെൻഡൻസി ലിസ്റ്റിനകത്ത് നമ്മൾ എന്ത് പാസ് ചെയ്യും, കൗണ്ട് 2നെ പാസ് ചെയ്യും. കൗണ്ട് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതായതുകൊണ്ടും ആൻഡ് ഇതിനകത്ത് കൗണ്ട് 2ന് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ഒരു ഫംഗ്ഷൻ ട്രിഗർ ആവേണ്ടുള്ളത്, നമ്മളുടെ ആ ഒരു കമ്പോണന്റ് ട്രിഗർ ആവേണ്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതുവഴി. ഓക്കെ, സോ ആ ഒരു കൗണ്ട് 2 നമ്മൾ ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മളുടെ കോഡിനകത്തോട്ട് നമുക്ക് വരാം, റിസൾട്ടിനകത്തോട്ട്. ഓക്കെ, ഞാനിത് കൺസോൾ ടാബ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാണ്. റിഫ്രഷ് ചെയ്യുമ്പോഴും സെയിം റിസൾട്ട് ആണ്, നമുക്ക് കൗണ്ട് ഇൻക്രിമെന്റ് ആവുന്നുണ്ട്, ഇതും ഇൻക്രിമെന്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇൻസ്പെക്ട് ഒന്ന് എടുത്ത് നോക്കിയാലോ. സോ ഇൻസ്പെക്റ്റിൽ വന്ന് നമ്മൾ കൺസോൾ വിൻഡോ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റി ഇനിഷ്യലി അതൊന്ന് റെൻഡർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇൻക്രിമെന്റ് കൗണ്ട് 1 ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ കൗണ്ട് 1 ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് റെൻഡർ ആയിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ കൗണ്ടർ 1ഉം റെൻഡർ ആയിട്ടുണ്ട്, അതേപോലെ നമ്മളുടെ
റെൻഡറിങ് ബട്ടൺ ആയിട്ടുള്ള ഇൻക്രിമെന്റ് കൗണ്ട് 1 എന്ന് പറഞ്ഞ ബട്ടണും റെൻഡർ ആയിട്ടുണ്ട്. സോ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എന്താണോ കറസ്പോണ്ടിങ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പം ഏത് സ്റ്റേറ്റ് ആണോ അപ്ഡേറ്റ് ആവുന്ന ആ ഒരു സ്റ്റേറ്റിൽ മാത്രം ആ ഒരു കമ്പോണന്റ് മാത്രമാണ് ഇവിടെ റെൻഡർ അയക്കുന്നത്. ബാക്കി കമ്പോണൻസ് ഇതൊരു ടൈറ്റിൽ കമ്പോണന്റ് ആയിരുന്നു ആൻഡ് ഇത് 2 വേറെ കമ്പോണന്റ് ആയിരുന്നു. അപ്പൊ ഇത് 3 റെൻഡർ ആയിട്ടില്ല, നെസസറി ആയിട്ടുള്ളത് മാത്രമേ റെൻഡർ ആയിട്ടുള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് യൂസ് മെമ്മോയും യൂസ് കോൾ ബാക്ക് ഹുക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മളുടെ കൗണ്ട് 2 കൂടെ ചെയ്ത് നോക്കാം. സോ ഇത് ക്ലിയർ ചെയ്തു. ദെൻ കൗണ്ട് 2 ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടണും സ്റ്റേറ്റും കമ്പോണന്റും ആ ഒരു സ്റ്റേറ്റ് കമ്പോണന്റും ആണ് ഇവിടെ റെൻഡർ ആയിട്ടുള്ളത്. സോ കൗണ്ടർ 2ഉം റെൻഡർ ആയി, അതേപോലെ ബട്ടൺ ആയിട്ടുള്ള കൗണ്ടർ ഇൻക്രിമെന്റ് കൗണ്ട് 2ഉം എന്തായിട്ടുണ്ട്, റെൻഡർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളുടെ ഫംഗ്ഷൻസിനകത്ത് അപ്പൊ അതൊരു ഇതിപ്പോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്താണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് അതിന്റെ ആ ഒരു ഡെഫിനേഷൻ കൊണ്ട് എന്ത് പറയാം, അത് ഒരു മെമ്മോയിസ്ഡ് ഫംഗ്ഷനെയാണ്, മെമ്മോയിസ്ഡ് കോൾ ബാക്ക് ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ കോൾ ബാക്ക് ഹുക്ക് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോഗ്രാമിന്റെ പെർഫോമൻസിനെ കൂടുതലായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ആ ഒരു പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോൾ ബാക്ക് ഹുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത്രയും നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഞാനിത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ആൻഡ് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാനൽ ലിങ്ക്സുകളും ഗ്രൂപ്പ് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. സോ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യുക. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും നിങ്ങൾക്ക് കണ്ടതിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കോമെന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.